ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ലോക്കൽ സാധനങ്ങൾ മേടിച്ചിട്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ വീട് പണിക്ക് ഉപയോഗിക്കുക, ഫൈനൽ ഫിറ്റിങ്സ്, അതുപോലെ അപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ഇതിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണിത്. അതായത് ഇവിടെ കംപ്ലീറ്റ് ഡൈവട്ടറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വറാണ്. ഡൈവട്ടർ മാത്രമേ ജാഗ്വറുള്ളൂ. ബാക്കി അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലുള്ള ലോക്കൽ സാധനങ്ങൾ. ലോക്കൽ എന്ന് പറയുമ്പോൾ ഇത് ബ്രാസ് അല്ല, വൈറ്റ് മെറ്റലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്ലംബറെ ഉത്തരവാദിത്തമാണ്. അതായത് കൂടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഇന്ന കമ്പനിയിൽ നിന്ന് എഴുതേണ്ടത് പ്ലംബറുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ക്ലയൻറ്റ് പറയുക, നിങ്ങൾ അന്ന് എഴുതി തന്ന സാധനമാണെന്ന് പറയുക. അപ്പോൾ നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾക്കിത് റീപ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2 വർഷമായിരിക്കും. ഇത് 2 വർഷമല്ല 4 വർഷം ഓടിക്കഴിഞ്ഞാലാണ് ഇതിങ്ങനെ ഈ കോലത്തിലാവുക. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു വീടിനെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം ഈ ചെമ്പുറവ് അങ്ങനത്തെ ഉറവുകളിലുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഈ വൈറ്റ് മെറ്റലുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വൈറ്റ് മെറ്റലിനൊക്കെ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനിയാണെങ്കിൽ തന്നെ മാഗ്നീഷ്യം കൂടിയാൽ നമ്മളെ സ്റ്റീലിലൊക്കെ അത് റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ എന്നാലും പറ്റ ലോക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ലാട്ട സാധനങ്ങൾ, ഈ വൈറ്റ് മെറ്റൽ പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഒന്ന് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കാതിരിക്കുക. പിന്നെ ക്ലയൻറ്റ് അത് മേടിക്കുകയാണെങ്കിൽ ക്ലയൻറ്റിനോട് പ്രത്യേകം പറയും, ഇത് നിങ്ങളെ ഉത്തരവാദിത്തത്തിലാണ്, ഇതുമായിട്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് നിങ്ങൾ ഈ മേടിച്ച സാധനമായിട്ട് എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ജാഗ്വർ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡഡ് കമ്പനികളിൽ ബ്രാസ്, ഇനിയിപ്പോൾ ലോക്കൽ കമ്പനികളായിക്കോട്ടെ, അത് പ്യുവർ ബ്രാസ് ആണെങ്കിൽ മാത്രമേ അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തത് കണ്ടില്ലേ എത്രയാ സാധനങ്ങൾ, ലോഡ് കണക്കിന് സാധനങ്ങളാണ്. 40-30 ബാത്റൂമാണ് ഇവിടെ. ഈ 30 ബാത്റൂം നമ്മൾ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ക്ലയൻറ്റിനുള്ള നഷ്ടം എത്രയായിരിക്കും? A to Z സാധനങ്ങൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ നിപ്പിൾ വരെ ലോ ക്വാളിറ്റി സാധനമാണ്, ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു നോബ് നോക്കി നിങ്ങൾ, അത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ ഇത് എത്ര രൂപേൻ്റെ സാധനം? ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപേൻ്റെ അടുത്തിപ്പോൾ സാധനം ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഈ 100 ആംഗിൾ കോക്കാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്താലുള്ളൊരു വാണിംഗ് ആണിത്. അപ്പോൾ ആരും തന്നെ എന്ത് ചെയ്യരുത്, ക്വാളിറ്റിയിൽ കുറച്ച് ആർക്കും എഴുതി കൊടുക്കരുത്. ഇതിപ്പോൾ കൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓണറെടുത്ത് പറഞ്ഞ് രണ്ടാമത് ഇറക്കിച്ചതാണ്. അല്ല, ഓണർ തന്നെ നിലവിൽ കണ്ടിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ട് അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത്, എന്താ ഇനി ഈ ലോക്കൽ സാധനം വേണ്ട, കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് അവരാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ.